ഈയിടെ നിങ്ങളെല്ലാവരും കിഷ്കിന്ധ കാണ എന്നൊരു മൂവി കണ്ടു കാണുമല്ലോ. അതിൽ വിജയരാഘവന്റെ അസുഖം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഡിമെൻഷ്യ, അതായത് മറവി രോഗം. ഇന്ന് ലോകമെമ്പാടും 65 വയസ്സിന് മുകളിലുള്ളവർ ഏകദേശം 5% ആളുകൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം കണ്ടുവരുന്നു. നമ്മുടെ ഇന്ത്യയിലാവട്ടെ ഏകദേശം 7.4% ആണ് കണക്ക്. പലതരത്തിലുള്ള ഡിമെൻഷ്യ രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽഷിമേഴ്സ്, അതിൽ പിന്നെ ഉള്ളത് വാസ്കുലർ ഡിമെൻഷ്യ ഓഫ് ലൂയി ബോഡി എന്നറിയപ്പെടുന്ന ഡിമെൻഷ്യാസ്. അതുപോലെ തന്നെ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ് നമുക്കുള്ളത് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി മൂലം ഉണ്ടാകുന്നത്, ഇങ്ങനത്തെ ഡിമെൻഷ്യകളുണ്ട്. അപ്പം യഥാർത്ഥമായ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് സമയത്ത് നൽകുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ മറവി രോഗം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മറവി രോഗത്തിന്റെ ഒരു ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ദൈനംദിന ജീവിതം നമുക്ക് കുറച്ചുകൂടെ സുഖമാക്കാനും സാധിക്കും. ഇതിന്റെ രോഗലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരുകൾ മറന്നു പോകുന്നു, വഴി മറന്നു പോകുന്നു, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു, നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. ഇതൊക്കെയാണ് ഇന്ന് ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്.